വടക്കഞ്ചേരി ഫയർ സ്റ്റേഷന്റെ രക്ഷാപ്രവർത്തനം ഉടനെ നടത്തിയില്ലെങ്കിൽ നാട്ടിലെ രക്ഷാപ്രവർത്തനം നടത്താൻ ഫയർ സ്റ്റേഷന് കഴിയാത്ത സ്ഥിതിയിലേക്കാവും. ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. വടക്കഞ്ചേരിയിൽ ഫയർ സ്റ്റേഷൻ വന്നത് പ്രദേശത്തെ ജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഏറെ ആശ്വാസകരമായിരുന്നു. നിരവധി കച്ചവട കേന്ദ്രങ്ങൾ, തോട്ടങ്ങൾ, ഉൾനാടൻ ജലാശയങ്ങൾ, മലകൾ, കുന്നുകൾ എന്നിവയെല്ലാം ചേർന്നതാണ് വടക്കഞ്ചേരി പ്രദേശം. കൂടാതെ ദേശീയപാതയുടെ സ്വാധീനമേറെയുള്ള പ്രദേശമാണ് വടക്കഞ്ചേരി. ഈ പരിഗണനയും സ്റ്റേഷൻ സാധ്യതയും മനസ്സിലാക്കി തന്നെയാണ് വടക്കഞ്ചേരിയിൽ കൊട്ടിഘോഷിച്ച് ഫയർ സ്റ്റേഷൻ വന്നത്. നിരവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മേഖല തന്നെയാണ് വടക്കഞ്ചേരി. ദേശീയപാതയിലുണ്ടാവുന്ന വാഹനാപകടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് മുൻപന്തിയിൽ തന്നെയായിരുന്നു വടക്കഞ്ചേരി സ്റ്റേഷൻ. ഇതെല്ലാമാണ് പ്രവർത്തന മികവെങ്കിലും സ്റ്റേഷന്റെ പ്രവർത്തനം പൂർണ്ണതയിലെത്തിക്കാൻ ഏറെ പ്രയാസങ്ങളുണ്ട്. തുടക്കം മുതൽ ഇന്നേ വരെ വാടകയ്ക്കാണ് ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം നിർത്തിയ തീപ്പെട്ടി കമ്പനിയിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഒരു ഫയർ സ്റ്റേഷന് പ്രവർത്തിക്കാൻ അത്യാവശ്യം വേണ്ട ഭൗതിക സാഹചര്യങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തീപ്പെട്ടി കമ്പനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തനം. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും ജീർണിച്ച വിശ്രമമുറികളും ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ അനുയോജ്യമായ സംവിധാനവും ഇല്ലാതെയാണ് പ്രവർത്തനം. ഇതിന് പരിഹാരം കാണേണ്ട സർക്കാർ ആവട്ടെ സ്റ്റേഷനെ മറന്ന മട്ടാണ്. ഈ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളിലും കുറ്റമറ്റ രീതിയിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നത് തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും നാടിനോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് മാത്രമാണ്. തങ്ങളുടെ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടാകുമോ എന്ന ആശങ്കയിൽ ജോലി ചെയ്യുകയും വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഫയർ സ്റ്റേഷൻ ജീവനക്കാർ നാട്ടിലെ കെട്ടിടങ്ങൾ തകരുമ്പോൾ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത് തങ്ങളുടെ ജീവൻ പണയം വെച്ച് തന്നെയാണ്. UTV ന്യൂസ്, പാലക്കാട്.